മനസ്സ് ഏകാഗ്രതയിൽ ധ്യാനപൂർണമാകുമ്പോൾ നിശബ്ദത പോലും വാചാലമാകുന്നു. ആ വാചാലതയിൽ അർത്ഥശ്രുതി ഇടചേരുമ്പോൾ നിശബ്ദതയ്ക്ക് പര്യായങ്ങളുണ്ടാകുന്നു. അവ പാഠഭേദങ്ങളാകുന്നു. ഇവയെല്ലാം കൂടി ചേർത്ത് നാം ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ മനുഷ്യസ്ഥിതങ്ങളുടെയും മനുഷ്യവികാരങ്ങളുടെയും അപ്പുറത്തുള്ള അതീന്ദ്രിയ അവസ്ഥകളിലുള്ള മനുഷ്യ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉണർന്നു വരുന്ന അർത്ഥനകളുടെയും ആശ്രയത്തിന് വേണ്ടിയുള്ള യാചനകളുടെയും വിഹുലതകളുടെയും വ്യതകളുടെയും അതിനിടയിൽ ഉലഞ്ഞു നിൽക്കുന്ന കിനാക്കാഴ്ചകളുടെയും ഭാവസഹസ്രങ്ങളെ വികിരണം ചെയ്യുന്ന ഉണർവിലേക്ക് കുതിക്കുവാൻ വേണ്ടി വെമ്പുന്ന മനസ്സിൻ്റെ അർച്ചനകളാണിവ എന്ന് നാം തിരിച്ചറിയുന്നു. ഓരോ പുനർകേൾവിയും ഓരോ സംഗീതവും ഓരോ ഗാനവും ഉൾപ്പേറുന്ന അർത്ഥനയുടെ, സമർപ്പണത്തിൻ്റെ, അർച്ചനയുടെ, യാചനയുടെ പുനർവായനകളാണ്, പുനർഭാഷ്യങ്ങളാണ്. അതോടൊപ്പം അത് കേൾക്കുന്ന ശ്രോതാവിൻ്റെ ആത്മാവിൽ പെയ്തിറങ്ങുമ്പോൾ അതൊരു സഹരചനയുടെ ഭാവം കൂടി കൈവരിക്കുന്നു. അങ്ങനെ ഒരു കവി എഴുതി, ഒരു സംഗീതകാരൻ ഈണം പകർന്ന്, ഒരു ഗായകൻ ആലപിക്കുന്ന ഗാനം എൻ്റെയും നിങ്ങളുടെയും കൂടി ഗാനമായി മാറുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയുടെ നൈരന്തര്യത്തിൽ അത് കാലത്തിൻ്റെ കാതിൽ മുഴങ്ങുന്ന സമയതീരത്തിൻ്റെ ഗാനമായി മാറുന്നു. കാവ്യം അമൃതാകുന്നത് അങ്ങനെ മാറുന്ന ദൈവപരം അതിൽ ഉൾച്ചേരുമ്പോഴാണ്. ഉറുദു ഭാഷയിലും സംസ്കൃത ഭാഷയിലും മലയാളത്തിൽ എന്ന പോലെ തന്നെ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ് എൻ്റെ ജ്യേഷ്ഠസ്ഥാനീയനായിരുന്ന യൂസഫ് അലി കേച്ചേരി എന്ന കവി. നൗഷാദ് ധ്വനി എന്ന ചലച്ചിത്രത്തിന് വേണ്ടി സംഗീതം പകരുമ്പോൾ അതിലെ വരികൾ മലയാളത്തിൽ എഴുതിയ ശേഷം അവയുടെ ഉറുദു സമമായ അർത്ഥം കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു പശ്ചാത്തലം യൂസഫ് അലി കേച്ചേരിക്കുണ്ട്. യൂസഫ് അലി കേച്ചേരി സംസ്കൃതത്തിൽ എഴുതിയൊരു ഗാനം പി സുശീല ആലപിച്ച് നൗഷാദ് ഈണം പകർന്ന് ആ ചിത്രത്തിൽ നാം കേൾക്കുകയുണ്ടായി. ആ ഗാനത്തിൻ്റെ കൂടി പേരിലാണ് അദ്ദേഹത്തിന് മികച്ച ഗാന രചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് പോലും നൽകപ്പെട്ടത്. യൂസഫ് അലി കേച്ചേരി മലയാളത്തിലെ ഒരു കാലഘട്ടത്തിലെ എല്ലാ സംഗീത സംവിധായകരോടും ഒപ്പം സഹവർത്തിച്ചിട്ടുണ്ട്. രാമുക്കാരിയോടാണ് അദ്ദേഹത്തെ ഈ ഗാനരചനാ ലോകത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചത്. നിരവധി ഭാവവൈവിധ്യമാർന്ന ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ഭക്തിഗാനധാരയിലും അദ്ദേഹം തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഉപകരണ സംഗീത വിദഗ്ധൻ എന്ന നിലയിൽ കടന്നു വന്ന് അക്കോർഡിയൻ എന്ന് പറയുന്ന സംഗീതോപകരണത്തെ അതിവിദഗ്ധമായി ദക്ഷിണേന്ത്യയിൽ പ്രകാശന ചര്യയുടെ ഭാഗമാക്കി സംഗീത സംവിധായകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിയെടുക്കുവാൻ കഴിഞ്ഞ് അതിൻ്റെ താളച്ചിട്ടയിൽ നിന്നുകൊണ്ട് വരികളെ ഈണത്തിൻ്റെ ചിറകുകൾ നിവേശിപ്പിച്ച് പറത്തിവിടുന്നതിൽ അദ്വിതീയനായി മാറിയ, സ്വീകാര്യത നേടിയ സംഗീതജ്ഞനാണ് KJ ജോയ്. ഇവർ രണ്ടുപേരും ഒത്തുചേരുമ്പോൾ നമുക്ക് ലഭിക്കുക വളരെ ആഹ്ലാദം പകർന്നു തരുന്ന ഹൃദയസ്പർശിയായ ഗാനങ്ങളാണ്. നിരവധി ചിത്രങ്ങളിൽ ഇവരൊരുമിച്ച് മലയാള ചലച്ചിത്ര സംഗീതത്തെ ധന്യമാക്കുന്ന സൃഷ്ടികൾക്ക് സഹകരിച്ചിട്ടുണ്ട്. സായുജ്യം എന്ന സിനിമ N. ശങ്കരൻ നായർ എന്ന സീനിയർ ചലച്ചിത്ര സംവിധായകൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന G. പ്രേംകുമാറാണ് സംവിധാനം ചെയ്തത്. സായുജ്യം എന്ന ചിത്രത്തിന് വേണ്ടി KJ ജോയിയുടെ സംഗീത സംവിധാനത്തിന് കീഴിൽ യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് ശബ്ദഭാവഗരിമ പകർന്ന് പി സുശീല ആലപിച്ച ഒരു ഗാനമാണിത്. അത് ഏറെ പ്രസിദ്ധമായ ഒരു ഗാനം കൂടിയാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ തൻ്റേതായ ഭാഷാ വരം കൊണ്ട് പല വിധത്തിൽ ഇവിടെ കവി അഭിസംബോധന ചെയ്യുന്നു. കനിവിൻ്റെ കടലായും അറിവിൻ്റെ പൊരുളായും പ്രപഞ്ച ജഗന്നിയന്താവിനെ കാണുന്ന കവി മനസ്സ് വിശ്വാസപൂർവം ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ, നിൻ്റെ രാജ്യം ഇവിടെ പ്രബലമാകട്ടെ എന്ന്.
കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ
കാവ്യാമൃതത്തിൻ്റെ ഈ പർവം ചിത്രീകരിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രിയ സ്നേഹിതനായ മലയാളിയുടെ പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകൻ ഭരതൻ സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങിയതിൻ്റെ ഓർമ്മ ദിനമാണ്. ഭരതൻ ഔസേപ്പച്ചൻ എന്ന വയലിൻ വിശാരദനായ സംഗീതകാരനോടൊപ്പം ചേർന്നുകൊണ്ട് ഔസേപ്പച്ചനെ ഒരു സംഗീത സംവിധായകൻ്റെ സിംഹാസനത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഭരതൻ ഔസേപ്പച്ചൻ എന്ന പേരിൽ ഈണം പകർന്ന ഒരു ഗാനമാണ് നാം ഇവിടെ ഇന്ന് ശ്രദ്ധിക്കുന്നത്. അനുഗ്രഹീതനായ കവി ONV-യുടേതാണ് രചന. ഭരതൻ ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് ഈ ഗാനം ആലപിച്ചത് യേശുദാസാണ്. മദ്രാശിയിലെ മൈലാപ്പൂർ ഭാഗത്തുള്ള രാധാകൃഷ്ണശാലയിലെ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഞാൻ താമസിച്ചിരുന്ന മുറിയിലാണ് ഇതിൻ്റെ കമ്പോസിങ് നടന്നത്. ONV-യുടെ വരികൾ കയ്യിൽ കിട്ടി. ആ വരികളുടെ മേൽ അടയിരുന്ന ശേഷം ഭരതനും ഔസേപ്പച്ചനും കൂടി ചേർന്ന് അവയ്ക്ക് ഈണം പകർന്ന് അത് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പാടുമ്പോൾ ഇതിലെ ഓരോ വരികളും ഇന്നും അത് പാടിയ യേശുദാസിൻ്റെ ശബ്ദത്തിലല്ല ഞാൻ കേൾക്കുന്നത്. മനസ്സുകൊണ്ട് കേൾക്കുമ്പോൾ എൻ്റെ കാതിൽ മുഴങ്ങുന്നത് എൻ്റെ പ്രിയ ചങ്ങാതി ഭരതൻ്റെ തന്നെ ശബ്ദമാണ്. അതിൻ്റെ ഓരോ വരികളും പാടുമ്പോൾ ആ മുഖത്ത് മിന്നായം പോലെ തിളങ്ങുമായിരുന്ന കണ്ണുകളും ആ കവിളണകളിൽ എവിടെ നിന്നോ വന്ന ചൈതന്യത്തിൻ്റെ എണ്ണമിനുപ്പ് തിളങ്ങി നിന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. ഈ ഗാനം ഇന്നിവിടെ പരാമർശ വിധേയമായത് മറ്റൊരു നിയോഗം എന്ന് തന്നെ ഞാൻ കാണുന്നു. ഈ ഗാനവും ഇതേക്കുറിച്ചുള്ള നമ്മുടെ പുനരോർമ്മയും ഭരതനുള്ള പ്രണാമമായിരിക്കട്ടെ. സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിരുന്ന ഔസേപ്പച്ചൻ 24 മണിക്കൂറിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വൈദിക പഠനത്തിനും മാറ്റിവെക്കുന്ന നിമിഷങ്ങൾ കഴിച്ചാലുള്ള ശിഷ്ടസമയം മുഴുവൻ ഒരു വയലിനുമായി സംഗീതോപാസന നടത്തുന്നത് കണ്ടപ്പോൾ വൈദിക സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഗുരുനാഥനായിരുന്ന വേദശാസ്ത്ര പണ്ഡിതനായ അവിടുത്തെ സുപ്പീരിയർ തന്നെയാണ് ഔസേപ്പച്ചനെ ഉപദേശിച്ചത്. നിനക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വഴി സംഗീതത്തിൻ്റേതാണ്. നീ സംഗീതത്തെ ഉപാസിക്കുമ്പോൾ സത്യത്തിൽ നീ അൾത്താരിയിൽ പ്രാർത്ഥന ചൊല്ലുന്ന അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്നതിന് തുല്യമായ ആത്മാർപ്പണമാണ് നീ അവിടെ നിവർത്തിക്കുന്നത്. രണ്ടിടത്തായി വേണ്ട അർപ്പണം. നിൻ്റെ പാത സംഗീതത്തിൻ്റേതാണ്. ദൈവാനുഗ്രഹത്തോടു കൂടി സംഗീതത്തിൻ്റെ പാതയിലേക്ക് നീ കടന്നു ചെല്ലുക. അങ്ങനെ ഒരു വൈദിക സെമിനാരിയിൽ നിന്ന് തൻ്റെ ഗുരുക്കന്മാരായ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാരുടെ അനുവാദത്തോടു കൂടി പുറത്ത് വന്ന് ആ വൈദിക സെമിനാരിയിലെ ചിട്ടകൾ തനിക്ക് പകർന്നു തന്ന ആർജവം കൂടി കൈമുതലാക്കിക്കൊണ്ട് സംഗീതത്തിൻ്റെ മുമ്പിൽ അഭയാർത്ഥിയായി നിന്ന ഔസേപ്പച്ചനെ വോയിസ് ഓഫ് ടെച്ചൂർ എന്ന ജോൺസൺ അടക്കമുള്ളവരുടെ വേദിയായിരുന്ന സംഗീത ട്രൂപ്പിൽ വെച്ച് പരിചയപ്പെട്ട ദേവരാജൻ മാസ്റ്ററാണ് ജോൺസനെ എന്ന പോലെ തന്നെ മദ്രാശിയിലേക്ക് ആനയിക്കുന്നത്. സംഗീത ലേഖനവേളകളിൽ പലപ്പോഴും ഔസേപ്പച്ചൻ്റെ വിരുത് കണ്ടറിഞ്ഞ ഭരതനാണ് ഔസേപ്പച്ചനെ താൻ സംഗീതം പകർന്ന ഈണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സഹായിയായി കൂടെ ചേർത്തതും കാതോട് കാതോരം എന്ന ഈ ചിത്രത്തിന് വേണ്ടി സഹസംഗീത സംവിധായകനായി അവസരം നൽകിയതും തുടർന്ന് അങ്ങോട്ട് സ്വതന്ത്ര സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഔസേപ്പച്ചൻ കാഴ്ചവെച്ച നിരവധി മനോഹരങ്ങളായ ഗാനങ്ങൾ മലയാള ചലച്ചിത്ര സംഗീത സംസ്കൃതിയെ ധന്യമാക്കുന്നതിന് കാലവും നാമും സാക്ഷികളാണ്. ദൈവത്തെ തൻ്റെ സർഗസൗന്ദര്യമായും നിത്യസംഗീതമായും കാണുന്ന കവിമനസ്സ്, ആ കവിമനസ്സ് ഉണർന്ന് അക്ഷരങ്ങളിലൂടെ നമുക്ക് പകുത്തു നൽകുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ മനസ്സാണ്. പാരമ്പര്യാധിഷ്ഠിതമായ ശീലുകളിൽ പാട്ടുകൾ ഒരുക്കിയിരുന്ന ഒരു വികാരി അച്ഛൻ്റെ അടുത്ത് ഏതാണ്ട് അനാഥനെ പോലെ കടന്നു വരുന്ന കഥാപാത്രം, വികാരി അച്ഛൻ്റെ വേഷം അഭിനയിച്ചത് നെടുമുടി വേണുവാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രം വന്ന് അവിടെയുള്ള ദേവാലയ സംഗീതത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും സ്വയം രചന നിർവഹിച്ച് ഈണം പകർന്ന ഒരു ഗാനം ഗായക സംഘത്തിനോടൊപ്പം നിന്ന് പാടുകയും ചെയ്യുന്നതാണ് ഇതിലെ ഗാനസന്ദർഭം. വയലിൻ വായിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആലപിക്കുന്ന ഈ ഗാനം ആ കാലഘട്ടത്തിലെ ഏതാണ്ട് എല്ലാ ഗാനമേളകളിലും, പ്രത്യേകിച്ച് ദേവാലയ സന്നിധിയിലുള്ള ഗാനമേളകളിൽ നിശ്ചയമായും എല്ലാവരും ഉൾപ്പെടുത്തിയിരുന്നൊരു ഗാനമാണ്. ആളുകൾ
തലമുറകൾ ഏറ്റുപാടിയൊരു ഗാനമാണ് നീ എൻ സർഗ സൗന്ദര്യമേ നിത്യസംഗീതമേ എന്നാരംഭിക്കുന്ന ഗാനം. ഞാൻ പാടുന്ന ഓരോ കീർത്തനവും നിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അവയെ ഇങ്ങനെ ഏറ്റുപാടുവാൻ വേണ്ടി നീ തീർത്ത ഒരു മൺവീണ മാത്രമാണ് ഞാൻ എന്ന് സ്വയം സങ്കല്പിക്കുന്ന കഥാപാത്രം. ദേവപാദങ്ങളിൽ ഞാൻ അർപ്പിക്കുന്ന ബലിപൂജയ്ക്കുള്ള പൂക്കളാണ് എൻ്റെ ഗാനങ്ങളെന്ന് പറയുന്ന കഥാപാത്രം. ഈ മാനവും താഴെ ഈ ഭൂമിയും നിൻ്റെ ദേവാലയമായി നീ തീർക്കുമ്പോൾ അതിൽ ആരാധനയ്ക്കെത്തുന്ന അഭയാർത്ഥി ഞാനെന്ന് സ്വയം സങ്കല്പിക്കുന്ന ഒരു ഗാനം. കവികൽപ്പനയ്ക്ക് ഹൃദയം കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈണം പകർന്ന ഒരു ഗാനം. അതിൻ്റെ എല്ലാ ഭാവ സാന്ദ്രതയും ധന്യതയും ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ദൈവപരമായി ലഭിച്ച സംഗീത സിദ്ധിയുടെ മികവിൽ നിന്നുകൊണ്ടത് ആലപിച്ച ഒരു ഗാനം. വരികളുടെയും ഈണത്തിൻ്റെയും ഭാവഗരിമ കടുകിട പോലും ചോർന്നു പോകാതെ ദൈവപരമായി തനിക്ക് ലഭിച്ച സംഗീത വിരുത് അതിൻ്റെ എല്ലാ പാരമ്യത്തിലും ഉൾച്ചേർത്തുകൊണ്ട് യേശുദാസ് അതിമനോഹരമായി ആലപിച്ച ഒരു ഗാനം ഇവിടെ നമുക്ക് വേണ്ടി ആലപിക്കുന്നു മെറിൻ. നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യ സംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സർഗ സൗന്ദര്യമേ.
വരികൾ എഴുതിയ പ്രിയ കവി ONV എപ്പോഴും പറയാറുള്ള, എപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വാക്കുണ്ട്, ദാനമായി കിട്ടിയ ഒരു വാക്കല്ലാതെ എന്താണ് എൻ്റെ സ്വന്തമായിട്ടുള്ളത്. ഒരു പക്ഷേ ഭാരതീയ ഇതിഹാസങ്ങൾ കാച്ചിക്കുറുക്കുമ്പോൾ ഋഷിസൂക്തമായി നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നതും ഇതം ന മമ എന്ന ആപ്തവാക്യമല്ലേ. ഏതായാലും എഴുതാനിരിക്കുമ്പോൾ വെറും വെള്ളക്കടലാസിൻ്റെ മുമ്പിൽ ആത്മാവിൽ നിറഞ്ഞു നൊരയിടുന്ന ഭാവസഹസ്രങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി തനിക്ക് എഴുതേണ്ട വരികളിൽ അർത്ഥശ്രുതി ചേർത്ത് തരണേ എന്ന് പ്രപഞ്ച സൃഷ്ടാവിനോട് യാചിക്കുന്ന കവി, നിശബ്ദതയുടെ ആഴങ്ങളിൽ നിന്ന് 7 സ്വരങ്ങൾക്കും അപ്പുറത്ത് നിന്ന് പ്രവഹിക്കുന്ന അനശ്വര സംഗീതത്തിൻ്റെ അനിർഗള പ്രവാഹത്തിന് വേണ്ടി ആ അനുസ്യൂതമായ സ്രോതസ്സിനെ നോക്കി കൈകൂപ്പി പ്രണമിക്കുന്ന സംഗീതകാരൻ, ഇവരുടെ സംഗമത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഗാനതല്ലജങ്ങൾക്ക് ആത്മാവിൽ നിന്ന് പുറത്തേക്ക് ഗമിക്കുന്ന വീർപ്പുകളുടെ ഹ്രസ്വദൈർഘ്യങ്ങളിലൂടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ കൊണ്ട് അതിനെ അലങ്കരിച്ചുകൊണ്ട് ഭാവ മാധുരിയും ഗാംഭീര്യവും പകരുന്ന ഗായകൻ. ഈ ത്രയത്തിൻ്റെ സംഭാവന പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നേർക്കുള്ള അർച്ചനകളായിരിക്കെ തന്നെ കാലത്തിൻ്റെ കാറ്റിൽ പ്രപഞ്ച സൃഷ്ടാവ് എന്നോ ഇടചേർത്ത് ഒഴുക്കിവിട്ട ആത്മാവിനെ ഉണർത്തുന്ന പർവ്വങ്ങൾ കൂടിയാണ്, ധാരകൾ കൂടിയാണ്. സംഗീതം ദൈവികമാണ്, കവിത അതിനേക്കാൾ പവിത്രമാണ്. പവിത്രമായതും ദൈവികമായതും ഒന്നു ചേർന്ന് വരുമ്പോൾ അത് വിശുദ്ധമായ അമൃതായി ഭവിക്കുന്നു, കാവ്യാമൃതമാകുന്നു. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും